ഈ ടീനേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 20-21 നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ ഭയങ്കര മെച്യൂർഡ് ആയല്ലോ. ശരിയാണ്, ഈ താടി മീശയിൽ വരുമ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്, നീ ഭയങ്കര മെച്യൂർഡായി പോയല്ലോ. ശരിക്കും എന്താണ് ഈ മെച്യൂരിറ്റി? ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ റോബിൻ. എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് പക്വതയായോ, അതായത് നിങ്ങൾക്ക് മെച്യൂരിറ്റി ആയോ എന്നറിയാനുള്ള 7 അടയാളങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചോളൂ. ശരിയാണ്, പല ടീനേജുകാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. മറ്റൊരു കുറ്റം ചെയ്തു, അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അതെനിക്ക് പറ്റില്ല, അതെനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കുറ്റമാണ്. പക്ഷേ പലയിടത്തും, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പക്ഷെ പലയിടത്തും നിങ്ങൾ പലപ്പോഴും ക്ഷമിക്കാൻ പഠിക്കും. അതൊരു മെച്യൂരിറ്റിയുടെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും സ്നേഹം നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങില്ല. ടീനേജ് കഴിയുന്നതോട് കൂടിയിട്ടാണ് പലർക്കും ഈ സ്നേഹം എന്താണെന്നും അത് കിട്ടാനുള്ള ഒരു ആഗ്രഹവും കൂടി വന്നുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ഇയാൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കണം, അവൻ എന്നെ മാത്രം സ്നേഹിക്കണം എന്ന് നിർബന്ധവും വാശിയും പിടിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മെച്യൂർഡ് ആയോ, നിങ്ങൾ മെച്യൂരിറ്റി ആയോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ ഈ മറ്റുള്ളവർ എന്നെ മാത്രം സ്നേഹിക്കണം, അല്ലെങ്കിൽ അയാൾ എന്നെ മാത്രം കെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു വാശി വെച്ച് പുലർത്തില്ല, അത് ഒഴിവാക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും കാര്യങ്ങൾ ഒന്നും കേൾക്കാതെ ജഡ്ജ് ചെയ്യില്ല. എടുത്തുചാട്ടം ഒഴിവാക്കുമെന്ന് അർത്ഥം. അതായത് ഒരാൾ ഇന്ന കാര്യം നമ്മൾ കേട്ടു, അതങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിധിച്ചുകൊണ്ട് പറയുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് തെളിവുകളൊന്നും കൂടാതെ നിങ്ങൾ വിധിക്കുന്നൊരു അവസ്ഥ. ഈ ഒരു അവസ്ഥ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളുടെ മൈൻഡിൽ വരികയില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അതിൻ്റെ എല്ലാ സത്യവും മനസ്സിലാക്കി എല്ലാ തെളിവുകളും നോക്കിയിട്ടായിരിക്കും ഒരു കാര്യത്തെ വിധിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുകയോ ചെയ്യുന്നത്. അതാണ് മെച്യൂർഡ് ആയോ എന്നറിയാനുള്ള മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നിങ്ങൾ വ്യത്യാസങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കും. അതായത് ഞാനിങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്നേക്കാൾ അത് നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള പല വ്യത്യാസങ്ങളും പലരും തമ്മിലുണ്ട്. അതിനെ ബഹുമാനിക്കാൻ പഠിക്കുന്നു, അതിനെ അംഗീകരിക്കാൻ പഠിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ കൂട്ടുകാരോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ പല വ്യത്യാസങ്ങളുള്ളവരായിരിക്കും. അതിനെ അംഗീകരിക്കാനും അതിനെ സ്വീകരിക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങളൊരു തുറന്ന മനസ്സുള്ള ഒരാളായിരിക്കും. മറ്റൊരാളെ കേൾക്കാനോ അല്ലെങ്കിൽ അയാൾ പറയുന്നത് മനസ്സിലാക്കാനോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനോ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം മറ്റുള്ള ഒരാളുടെ മുഖത്ത് നോക്കി പറയാനോ ഉള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇത് മെച്യൂരിറ്റി ആയി എന്നതിൻ്റെ 5ാമത്തെ ഗുണമാണ്. 6ാമത്തെ ഗുണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെട്ട് വെറുതെ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് കൂട്ടാതെ അല്പം നിശബ്ദത പാലിച്ച് നിങ്ങൾ അതിനെല്ലാം മാറി നിങ്ങൾ സ്വയം സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പലയിടത്തും വന്നുപോയിട്ടുള്ള കാര്യമായിരിക്കും. ഇത് ചെയ്യാൻ പലയിടത്തും സാധിച്ചിട്ടില്ലായിരിക്കുക. ഈ പോയിന്റ് വായിച്ചപ്പോൾ എനിക്കും തോന്നി എനിക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല. അവസാനത്തെയും 7ാമത്തെ പോയിന്റ്, ഇതാണ് അൾട്ടിമേറ്റ്. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കില്ല. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്ന് തിരിച്ചറിയും. ഇത്രയും 7 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെച്യൂരിറ്റി കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ മെച്യൂർഡ് ആയോ എന്ന് മനസ്സിലാക്കാനുള്ള തെളിവുകൾ. ഇനിയൊന്ന് സ്വയം ചിന്തിച്ച് നോക്കിയോളൂ, എനിക്ക് മെച്യൂരിറ്റി ആയോ? എനിക്കല്ല, നിങ്ങൾ. ഓക്കെ ബൈ. ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്, വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, സീ യു, ബൈ. ബ്ലോപ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ടിരിക്കല്ലേ, എൻ്റെ ഇടയ്ക്ക് തെറ്റി പോണത് കാണാൻ വേണ്ടിയിരിക്കല്ലേ. ഇന്ന് ഞാൻ ഒന്നും ഇടുന്നില്ല. ടാറ്റ.